ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് ലോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഫാമിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെയും കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ മിലുവിനെ നമ്മൾ പുറത്തെടുത്തേക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ കുട്ടീനെ നമ്മൾ അഴിച്ച് പുറത്ത് വിട്ടിട്ട്. കുഞ്ഞുങ്ങളും ബാക്കി ക്യാറ്റ്സൊക്കെ ഉള്ള നമ്മൾ വിടൽ കുറവാണ്. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ വാലിന് തുമ്പിനൊരു ഫംഗൽ, നമ്മൾ ഫംഗലിൽ മരുന്ന് വരട്ടാൻ വേണ്ടി ഇവിടെ ഇറക്കിയാണ്. ഇനി വേറൊരു കാര്യം, നമ്മളുടെ ബാക്കി എല്ലാ ക്യാറ്റ്സിനും നമ്മൾ വിറ്റായിരുന്നു, സെയിലാക്കിയായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇവരെല്ലാവരെയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മിലുവിനോട് നമ്മുടെ സോഫ്റ്റ് കോർണർ വെച്ച് നമ്മളുടെ ഫസ്റ്റത്തെ ക്യാറ്റാണ് മിലു. അപ്പോൾ അതുകൊണ്ട് മാത്രം മിലുവിനെ മാത്രം നിർത്തി നമ്മൾ ബാക്കി മിയനെയും ജിബിനുവിനെയും എല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങളും ഒക്കെ ഒഴിവാക്കി വെച്ചാൽ ഫ്രീ ആയിട്ടൊന്നും കൊടുത്തരലാട്ടോ. നമ്മൾ കാശിന് തന്നെയാണ് കൊടുത്തേക്കുന്ന. എല്ലാവരും വിറ്റ് നമ്മൾ നമ്മുടെ മിലുപ്പെണ്ണിനെ മാത്രം നമ്മൾ നിർത്തിയേക്കുവാണ്. മിലുപ്പെണ്ണിൻ്റെ എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്ട്രീം ലൈനേജിൽ വരുന്ന അല്ലെങ്കിൽ എക്സ്ട്രീം കാറ്റഗറി വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് ക്യാറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തർ ചോദിച്ചായിരുന്നു, നമ്മളപ്പോൾ ഇവിടെ കൊടുക്കാനുള്ള എന്ന് വിചാരിച്ച് നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയില്ല, ഒരു ചാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാട്ടത്തിൽ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഒരെണ്ണത്തിന് അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ ലോകത്തില്ലാത്ത വില പറയാം. പിന്നെ ഇതേപോലെ നമ്മളുടെ ഇണക്കമൊക്കെ ആയിട്ട് അവൾക്ക് അത്ര വലിയ ഇണക്കമൊന്നും ഇല്ലാത്ത അവൾ അത്യാവശ്യം ഡേഞ്ചറാണ്, സീനാണ് ആൾ. എന്നാലും പക്ഷെ നമ്മളെ ആദ്യത്തെ കാര്യം നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ നമുക്കിവിടെ 2 ഡെലിവറി കിട്ടി, 4 കുഞ്ഞുങ്ങൾ വെച്ച് കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവരും കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മളോട് ഇടങ്ങിയിട്ടുള്ള നമ്മളെ ഫുഡിനോട് എല്ലാത്തിനും ഇണങ്ങിയ ഒരു ക്യാറ്റില്ലേ. ഇപ്പോൾ നമ്മളവിടെ വാലിൻ്റെ തുമ്പിന് ചെറിയ ഫംഗൽ ഉണ്ട്. അപ്പോൾ അതിന് മിയോ E6 സ്പ്രേ എന്ന് പറഞ്ഞ സ്പ്രേയാണ് നമ്മൾ അടിച്ചു കൊടുത്ത് ഹെയർ ഡ്രയർ വെച്ച് അവൾക്കടെ വാല് ഉണക്കിയിട്ട് അവളെ കൂടുതലാക്കി. ഇന്നിപ്പോൾ അവൾക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ സിപ്പപ്പില്ലേ, മിയോൻ്റെ സിപ്പപ്പല്ല കേട്ടോ, പ്യുവർ പെറ്റിൻ്റെ സിപ്പപ്പും പ്യുവർ പെറ്റിൻ്റെ ഡ്രൈ ഫ്രൂട്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് അവൾക്ക് കൊടുത്ത് അവൾ സെറ്റായിട്ട് അവളെ കൂട്ടിലാക്കിയേക്കണം. കുറച്ച് നേരം വീടിൻ്റെ അകത്തൊക്കെ ഓടി നടന്നു അവളെ കൂട്ടിലാക്കി. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ കോഴിക്കുട്ടന്മാർക്കുള്ള കോഴികൾക്കുള്ള സ്പെഷ്യൽ ഫുഡ്. ഇത് വലിയ സ്പെഷ്യലൊന്നും പറയാനില്ല. നമ്മൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഉണ്ടല്ലോ, വെക്കേഷനല്ല, ലീവാണല്ലോ, ശനി ഞായർ. അതുകൂടാണ്ട് ഒരു ദീപാവലിന് ഒരുമിച്ച് കിട്ടിയാൽ നമുക്ക് 3 ദിവസത്തിൽ നമുക്ക് ലീവ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവരൊന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അധികം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചു, തുമ്മൽ പിടിച്ച് പൊടിയൊക്കെ അടിച്ചിട്ടതിയോ. എന്നാലും നമുക്ക് ഇവരെ നമ്മുടെ പിള്ളേരെ നമുക്ക് ഇവരെ ശ്രദ്ധിക്കണ്ടേ, നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് ഇവരെ നോക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻസ് എല്ലാം കിട്ടാൻ വേണ്ടി നമ്മളുടെ ന്യൂറോബയോണിൻ്റെ 2 ടാബ്ലറ്റ് മിക്സ് ചെയ്ത് പൊടിച്ച് അതിൽ പച്ചവെള്ളം മിക്സ് ചെയ്തെടുക്കുകയും അതിൻ്റെ ഒപ്പം അത് നല്ലോണം കലക്കി പച്ചവെള്ളത്തിൽ 2 ടാബ്ലറ്റ് നല്ലോണം പൊടിച്ച് കലക്കി അതിന് ശേഷം നമുക്ക് അതിൽ എന്ത് ചേർക്കണം, കാൽസ്യം പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ന്യൂറോബയോൺ ടാബ്ലറ്റിൽ വൈറ്റമിൻ ബിയുടെ നല്ല റിച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് കോഴികൾക്ക് പൊതുവെ ചൂട് സമയത്ത് എല്ലാം കാണുന്നൊരു പ്രത്യേക രോഗമാണ് കൈയും കാലും തളർന്ന് പോക്ക്. അങ്ങനെ വാക്സിനേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് കൈയും കാലും തളർന്ന് പോകൽ, കഴുത്ത് പിരിക്കൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനും കാൽസ്യം പൊടി ഇതിനകത്ത് നമുക്കറിയാമല്ലോ, അവർക്കിടെ കാൽസ്യം സപ്ലിമെൻ്റ് ആണ്. മുട്ടയ്ക്ക് ഇടുന്ന കോഴികളായതുകൊണ്ട് കാൽസ്യം അവർക്കിടെ എഗ് ചെയ്യുമ്പോൾ കാൽസ്യമാണ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നത്. അപ്പോൾ കിട്ടാൻ വേണ്ടി നമ്മൾ കാൽസ്യപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കാൽസ്യപ്പൊടിയും ന്യൂറോബയോണും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും തള്ളമാരാണെങ്കിലും നല്ല കളർ. ഇപ്പോൾ നമ്മുടെ കോഴികളെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല കളറും ഷോയ്ക്കാണ്. പിന്നെ പുല്ലിട്ട് കൊടുത്താലും വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ തിരക്കുകളോട് എനിക്ക് പുല്ല് വൈകുന്നേരം പറിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ള കുറച്ചായിട്ട്. അപ്പോൾ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴി നല്ലോണം മുട്ടയിടും. നാടൻ കോഴി ആയാലും BV3 ആയാലും ഏതായാലും പുല്ല് നല്ല ഒരു ഇതാണ്. കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം മുട്ടയിടാൻ നല്ലതാണ്. അതിന് പറ്റിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഈ വൈറ്റമിൻസ് കൊടുത്തു നമ്മളിത് മിക്സ് ചെയ്ത് കാൽസ്യപ്പൊടിയും ന്യൂറോബയോണും മിക്സ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള തവിടിലും ചോറിലാണ്. നമുക്ക് ഇന്ന് ഉച്ചക്ക് കൊടുക്കുന്ന ഭക്ഷണം തവിടും ചോറുമാണ്, നനച്ചാണ്. തവിട് ഗോതമ്പ് പൗഡാണ് കേട്ടോ, അത് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ ഈ വൈറ്റമിൻസ് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഗൂസിനാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല പെരും മഴയായിരുന്നു രാത്രി, അതുകൊണ്ട് തന്നെ ഗൂസിനെ പകലിടുന്ന കൂട് ആകെ ചെളിക്കുത്തി കിടക്കുകയാണ്. രാത്രിത്തെ കൂട് നല്ല കൂടാണ്, അത് നനയാണ്ട് നിർത്താൻ വേണ്ടി നല്ലൊരു കൂടാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഇട്ട് കൊടുത്ത് 2 പേരും ഒന്ന് തിന്നുന്നുണ്ട്. ഇന്ന് നമ്മുടെ തീറ്റയും കൂടെ വരുമ്പോൾ തന്നെ നമ്മുടെ കോഴികളെല്ലാം പുറകെ കൂടുകയാണ്. വിശക്കുണ്ടാവുമല്ലേ, ഉച്ചയില്ലേ, നമ്മൾ കാലത്തെല്ലാം ഫുഡ് കൊടുത്താണ്. എന്നാൽ അവർക്ക് ഡെയിലി ഇങ്ങനെ ആ ടൈമിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല, വിശപ്പുണ്ടാവുക. പലരും 2 നേരമൊക്കെ മാത്രം കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന, അനിമൽസിന് തീറ്റ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരമായിട്ട് തീറ്റ കൊടുക്കും. പിന്നെ അതുകൊണ്ടാണ്ട് മുറ്റത്ത് നടക്കുന്ന കോഴികളാണെങ്കിൽ ഇപ്പോൾ കൊച്ചുങ്ങൾ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മുറ്റത്തോടിടുമ്പോൾ അവരത് കൊത്തി തിന്നും. കൂട്ടിലിടുന്ന കോഴികൾക്ക് നല്ലോണം 3 നേരം നമ്മൾ നല്ലോണം ഫുഡ് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് അവർക്ക് കഴുത്തെത്തുന്ന നല്ല പാത്രത്തിൽ നമുക്ക് കുറച്ച് തീറ്റ വാരിയിട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു പാത്രത്തിലാണ് ഇതുവരെ തീറ്റ കൊടുത്തു നനച്ചിരുന്നതെല്ലാം അത് പൊട്ടിയോണ്ട് നമുക്ക് നനച്ച് പേരുടെ അകത്ത് പോകണം. ആരോട് നമ്മൾ പശുവിൻ്റെ ബക്കറ്റിൽ തവിട് കഴിച്ച് എടുത്തത്. നമ്മുടെ കോഴികളെല്ലാം തന്നെ നോക്കിയാൽ വൈറ്റമിൻ ഉണ്ടായാലും കാൽസ്യം ബ്രീഡ് എന്തായാലും ഒരു കുഴപ്പമില്ല. അവർ ഇതിനുണ്ടാവും. ഇതാണ് അവരുടെ കളറിൻ്റെയും ഭംഗിയുടെയും ഒരു സീക്രട്ട്. ഇപ്പോൾ ആ സീക്രട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത് ഇപ്പം ഈ ഒരൊറ്റ മിക്സർ നമ്മൾ എല്ലാവർക്കും ഫാൻസി ആയിക്കോട്ടെ നാടനായിക്കോട്ടെ ഗൂസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ തവിടും ചോറും കാൽസ്യം പൊടിയും വൈറ്റമിൻസും ന്യൂറോബോയിൻ്റെ മിക്സ് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അതെല്ലാവർക്കും നല്ല ഇഷ്ടവുമാണ്, അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവർക്കും അത് വെച്ച് കൊടുക്കുകയാണ്. ഫാൻസികൾക്ക് ആ കൂടുതൽ 2 സെറ്റുകൾക്ക് കൊടുത്തു. അപ്പോൾ ഒറ്റ കയ്യിൽ ഒരു കയ്യിൽ തീറ്റയും അടുത്ത കയ്യിൽ ഫോൺ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ കുറച്ച് ക്ഷമിക്കുക. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു കയ്യിൽ ഫോണും അടുത്ത കയ്യിൽ തീറ്റ വെച്ച് ഒറ്റ കൈ കൊണ്ട് പണിയെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഇത് വെച്ച് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മഴ സമയത്താണെങ്കിൽ 2 ആഴ്ചയൊക്കെ പോവും. വേനൽ സമയമാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമ്മൾ തവിടും ചോറ് നനച്ച് കൊടുക്കാറുണ്ട്. കാരണം നല്ല ഐറ്റങ്ങളുടെ വിശപ്പിടും. അപ്പോൾ നമുക്ക് ഈ വൈറ്റമിൻസ് എല്ലാം ഐറ്റങ്ങൾ നല്ലോണം കിട്ടാൻ വേണ്ടിയുള്ള എളുപ്പ വഴി തവിടും ചോറിലും കൊടുത്താണ്. പിന്നെ തവിടും ചോറും കൊടുക്കുമ്പോൾ ഐറ്റങ്ങൾ കോഴിത്തീറ്റ ഇതിനെക്കാട്ടി ആക്രാന്തത്തിൽ തിന്നോളും, നല്ലോണം തിന്നോളും. ഇനി കോഴികൾക്ക് എല്ലാവരും പറയുന്നത് ചോറ് കൊടുത്ത കോഴികൾക്ക് വാമുള്ള വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ വർഷമായി നമ്മൾ കോഴിനെ വളർത്തുന്നു, മൃഗാശുപത്രിയിലും എല്ലായിടത്തും പോകുന്നതുകൊണ്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് കോഴികൾക്ക് വാമുള്ള എന്നൊരു സംഭവമില്ല. അത് വിര കയറുമ്പോഴാണ് അതികൾ വായിട്ട് പൊളിച്ച് കാണിക്കുന്നത്. അപ്പോൾ അതിന് വിരക്കുള്ള മരുന്ന് കൊടുത്താൽ അത് മാറും. കാരണം നമ്മുടെ അടുത്ത ഫാൻസി സെറ്റിനും ഇത് തന്നെയാണ് കൊടുത്തത്. ഇവരും എഗ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ ഇവർക്കും അതൊക്കെ തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോൺ കണ്ടപ്പോഴാണ് അവൾ പേടിച്ച് മാറി നിൽക്കുന്നത്. അവരെല്ലാവരും ഇതുതന്നെ കഴിച്ചോളും. അടുത്ത നാടൻ മരിക്കട കൂട്ടിലിട്ടേക്കുന്ന അടുത്ത ചെറുപ്രായക്കാർ സെറ്റിനും അവർക്ക് എല്ലാവർക്കും ഇതൊക്കെ തന്നെ മിക്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കോഴി വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴികളും ഇനി മറ്റേ കളിയിലുള്ള പുള്ളിക്കാപ്പിരികളെല്ലാം നമ്മൾ ഈ രോമം കൊത്തൽ കാരണം എല്ലാം നമ്മൾ അയച്ചു വിട്ടേക്കുവാണ്. ഇനി നമ്മുടെ കുറച്ച് ചെടി വിശേഷം കണ്ടാലോ. നമ്മുടെ അഗ്ലോണിമകളെല്ലാം നിൽക്കുന്നത് കണ്ടോ. ചെടികളെല്ലാം കുറേ പോയി, നമുക്ക് നോട്ടക്കുറവ് കൊണ്ട് കുറേ എല്ലാം പോയായിരുന്നു. പിന്നെ ഓർക്കിഡ്സ് എല്ലാം ഇപ്പം ഒന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഒട്ടുമിക്കതും പൂവിട്ട് തുടങ്ങുന്നുണ്ട്. നല്ല വെറൈറ്റീസ് എല്ലാം നമ്മുടെ കഴിഞ്ഞ വർഷം അവസാനം നമ്മൾ മേടിച്ചൊരു 4 വെറൈറ്റിയിൽ ഉള്ളൊരു വെറൈറ്റിയാണ്. 4 വെറൈറ്റീസ് മേടിച്ചായിരുന്നു നമ്മൾ. 120, 140 എങ്ങാനും വെച്ച് മേടിച്ച കിക്കീസാണ്. ഒരെണ്ണം ഇപ്പോൾ പൂത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വൈറ്റുകൾ, അങ്ങനെ അത്യാവശ്യം കുറേ കളറുണ്ട് നമ്മുടെ കയ്യിൽ. ഒക്കെ രക്ഷപ്പെട്ടു അല്ല പൂത്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് നീറ്റിയെങ്കിൽ കറക്റ്റായിട്ട് മരുന്നുകൾ അടിക്കണം. NPK വളംസാണ് നമ്മൾ കൂടുതൽ അടിക്കാറ്. പിന്നെ നമ്മൾ തേങ്ങാ വെള്ളമൊക്കെ ഇപ്പം ഓർഗാനിക് വളങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇലയമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇലയിൽ പുള്ളി വീണ് ഇല പഴുത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓർഗാനിക് വളങ്ങൾ പൊതുവെ കുറച്ചേക്കാണ്. പിന്നെയും കടക്കി ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ല. അതായത് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നൊരു ഓർക്കിഡ് വെറൈറ്റിയാണിത്. ഇത് വിചാരിച്ച് പറഞ്ഞാൽ മേടിച്ചാണ്, പക്ഷേ അത് ഫുൾ യെല്ലോ ആയിപ്പോയായിരുന്നു. നമുക്കത് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ പൂത്തേക്കുന്നതാണ്. ഇത് നമ്മുടെ കയ്യിൽ പൂത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച്, യെല്ലോ നല്ല വെറൈറ്റീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സൈഡിലുണ്ടായിരുന്ന ആന്തമരം വെട്ടിയാൽ നല്ല ചൂടാണ്. കാരണം കുറേ എല്ലാ കടലാസ് ചെടികളൊക്കെ പൂത്ത് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇച്ചിരി ജൈവവളം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ഓർക്കിഡിൻ്റെ നമ്മൾ വെറുതെ ജസ്റ്റ് കട മാത്രം ഒന്ന് മുക്കിയെടുക്കുകയുള്ളൂ. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗൽ വരും. കാരണം പുറത്തുനിന്നുള്ളതൊക്കെ നമ്മുടെ വയലറ്റ്, വലിയ പൂവിൻ്റെ വയലറ്റ് ഒക്കെ പൂത്തുണ്ട്. കടലാസ് ചെടികളും എല്ലാം പൂത്ത് തുടങ്ങി. കടലാസ് ചെടികളുടെ കടക്ക പുല്ലുണ്ട്, അതെല്ലാം പറിച്ച് അതിലേക്ക് ചെറിയ ചാണകം കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. കടലാസ് ചെടികൾക്ക് ചാണകം കലക്കിയ വെള്ളം, ഓർക്കിഡിന് കടക്ക മാത്രം ഒന്ന് മുക്കിയെടുക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഫാമിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മുടെ പശുക്കളുടെ അപ്ഡേറ്റ് കൂടി